എവ്രിവൺ, ഇന്നത്തെ എൻ്റെ തോട്ട്സ് ഓഫ് ഡെൽഫിൻസ് ഡേയിലെ ഒരു അടിപൊളി റെസിപ്പിയാണ് താരം. ബീഫ് നമുക്ക് ഒരു എണ്ണ പോലും ഇല്ലാതെ ഇതുപോലെ ഡാർക്കായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. എണ്ണ ഒന്നും ഇല്ലാതെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് ഓർത്ത് നമ്മൾ ടെൻഷനൊന്നും അടിക്കേണ്ട കേട്ടോ. ടേസ്റ്റിന് ഒരു കുറവും ഉണ്ടാവില്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. മാത്രമല്ല, നമുക്കൊരു ഫംഗ്ഷൻസ് വരുമ്പോഴോ അല്ലെങ്കിൽ ഗസ്റ്റ് വരുമ്പോഴോ ഒരു പാർട്ടിക്കോ നമുക്ക് ഒരു റിച്ച് ആയിട്ട് നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ, കാരണം ഞാൻ ഈ ഇൻഗ്രീഡിയൻറ്റ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് കുക്ക് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് 2 അല്ലി സവോളയും 2 തണ്ട് വെളുത്തുള്ളിയും ഇതുപോലെ 2 വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ 5-6 പച്ചമുളക്. ഇത്രയാണ് നമുക്ക് ആദ്യം വേണ്ടത്. ഇനി നമുക്കിത് ഓരോന്നും കട്ട് ചെയ്തെടുക്കാം. 2 സവോള നമുക്ക് കനം കുറഞ്ഞ് നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. അടുത്തത് നമ്മൾ ഇഞ്ചിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കും ഞാനിതിൻ്റെ തൊലിയൊന്നും കളഞ്ഞിട്ടല്ല എടുക്കുന്നത്. നമ്മൾ നല്ലപോലെ വാഷ് ചെയ്ത് തുടച്ചിട്ട് അതിൽ നമുക്ക് തൊലിയോടുകൂടെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത്. തൊലിയോടുകൂടെ യൂസ് ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. ഇഞ്ചി കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ഞാൻ നീളത്തിൽ കനം കുറച്ചിട്ടും അതുപോലെ തന്നെ കുനൂനാന്ന് അരിഞ്ഞും എടുക്കുന്നുണ്ട്. 2 രീതിയിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അത് എന്തിനാന്നുള്ളത് ഞാൻ പിന്നെ പറയാം കേട്ടോ, കാരണം ഒരെണ്ണം ഞാൻ രണ്ടാമത്തെ നമ്മുടെ സ്റ്റെപ്പിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 ഇഞ്ചി കഷ്ണത്തിൽ ഒരെണ്ണം ഞാൻ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തും ഒരെണ്ണം ഇതുപോലെ കുനൂനാന്ന് കട്ട് ചെയ്തുമാണ് ഞാൻ മാറ്റി വെക്കുന്നത് കേട്ടോ. അടുത്ത് നമ്മൾ വെളുത്തുള്ളി കട്ട് ചെയ്തെടുക്കുമ്പോഴേക്കും ഒരു വെളുത്തുള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കുനൂനാന്ന് അരിഞ്ഞ് മാറ്റി വെക്കണം. ഒരു വെളുത്തുള്ളി ഫുള്ളായിട്ട് തോലൊന്നും കളയാതെ അതേപോലെ എടുത്ത് വെക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ പച്ചമുളക് കട്ട് ചെയ്യുമ്പോഴും പകുതി എടുത്ത് നമ്മൾ 2ആയിട്ട് നെടുകെ കീറിയെടുത്തത് മാത്രമായിട്ട് വെക്കുക. കുറച്ച് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയും വെക്കുക. ഇതുപോലെ വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെക്കാൻ. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്തതെന്ന് ഞാൻ ഒന്നുകൂടെ കാണിക്കാം കേട്ടോ. 2 സവോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തത്, 2 കഷ്ണം ഇഞ്ചി സ്ക്വയറായിട്ട് അരിഞ്ഞതും നീളത്തിലരിഞ്ഞതും, വെളുത്തുള്ളി ചെറിയ കഷ്ണത്തിൽ കട്ട് ചെയ്തെടുത്തതും തോല് കളയാതെ അല്ലി അടർത്തിയെടുത്തതും, പിന്നെ 5 പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കിയതും 2ആയിട്ട് നെടുക്ക് കീറിയതും, പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അടുത്തതാണ് നമുക്ക് വേണ്ട മെയിൻ സാധനം, ബീഫ്. ഇത് ഏകദേശം 1 കിലോ അടുപ്പിച്ചുണ്ട് കേട്ടോ ഈ ബീഫ്. ഇനി നമുക്കിത് നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ ബീഫൊക്കെ നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫുഡ് വേവിച്ചെടുക്കുമ്പോഴേക്കും ഉപ്പിടാതെ വേവിച്ചെടുക്കുന്നതാണ് ഹെൽത്തി വേ കേട്ടോ. അടുത്ത് നമുക്ക് മസാലയൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസിൽ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ സവോളയുടെ പകുതിയോളം സവോളയും കുറച്ച് പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലതുപോലെ കൈകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കൈ കൊണ്ട് കുഴയ്ക്കാൻ ഇഷ്ടമല്ലാത്ത ആൾക്കാർ ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ ഇത് മിക്സാക്കി എടുക്കണം. ഈ കൂട്ടുകളൊക്കെ നല്ല ബീഫിൽ നല്ലതുപോലെ പിടിച്ച് വരുമ്പോഴാണ് ഇതിന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത്. പിന്നെ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിലൊഴിച്ചൊന്ന് താളിച്ച് കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് വരുമ്പോഴേക്കും ബീഫിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങുന്നുണ്ട്. ഒത്തിരി വെള്ളം വെച്ച് നമുക്ക് വേവിക്കേണ്ട കാര്യമില്ല. ഞാൻ 2 വിസിലടുപ്പിച്ചാണ് ബീഫ് വേവിച്ചെടുത്തത്. കുക്കിംഗ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നല്ലതുപോലെ എയർ കളഞ്ഞതിന് ശേഷം മാത്രമേ വിസിൽ മാറ്റി നമ്മൾ കുക്കർ തുറന്നെടുക്കാവൂ. പിന്നെ ബീഫ് വേവിച്ചെടുക്കുന്ന സമയത്ത് ബീഫിൻ്റെ വേവ് അനുസരിച്ച് വേണം നമ്മൾ വിസിൽ അടുപ്പിച്ചെടുക്കാനായിട്ട്. ഇത് നമ്മൾ ഇനി പിന്നെ നല്ലതുപോലെ വഴറ്റിയെടുക്കുന്നതുകൊണ്ടാണ് ഞാൻ 2 വിസിൽ കഴിഞ്ഞപ്പോഴേക്കും ഓഫ് ചെയ്തത്. അപ്പോഴേക്കും ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ കാണുന്ന സ്റ്റോക്ക് വെച്ചാണ് നമ്മൾ ഇന്ന് ടേസ്റ്റി ആയിട്ട് ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ പോണേ. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടികട്ടിയുള്ള പാത്രം വേണം നമുക്ക് എടുക്കാൻ കേട്ടോ. കാരണം നല്ലതുപോലെ വഴറ്റിയെടുക്കാനുള്ളത് കൊണ്ട് തന്നെ അടികട്ടിയുള്ള പാത്രമാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് വെള്ളമൊക്കെ മാറ്റിയിട്ട് ആ ബീഫ് മാത്രം നമുക്ക് ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് വഴറ്റിയെടുക്കാൻ. ഈ ബീഫെല്ലാം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി കഴിയുമ്പോഴേക്കും നമുക്ക് കിട്ടുന്ന കുറച്ച് സ്റ്റോക്ക് ഉണ്ടാവും. ആ സ്റ്റോക്ക് നമ്മൾ വഴറ്റുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുത്താണ് നമ്മൾ ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ എണ്ണ ഒഴിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ ഈ സ്റ്റോക്ക് ഒഴിച്ചെടുക്കുന്നത്. സ്റ്റോക്ക് കൂടുതൽ വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ബീഫ് നമ്മൾ വേവിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം കൂടെ ഒഴിച്ച് വേവിച്ചെടുത്താൽ മതി. ബീഫ് വഴറ്റിയെടുക്കുന്ന സമയത്ത് അടിക്ക് കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ സ്റ്റോക്ക് ഒഴിച്ച് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഈ ഇളക്കിയെടുക്കുന്ന സമയത്ത് നമ്മൾ തീ എപ്പോഴും നല്ലപോലെ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് എടുക്കാൻ.
ഈ സ്റ്റോക്ക് ഒഴിക്കുമ്പോൾ നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് അത് നല്ലപോലെ ഡ്രൈ ആയി വരുമ്പോഴാണ് നമ്മൾ അടുത്ത സ്റ്റോക്ക് ഒഴിച്ച് കൊടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് സ്റ്റോക്ക് തീരുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്ക് നല്ലപോലെ കറുപ്പിച്ചെടുക്കാനും പറ്റത്തില്ല. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയൂടെ ആഡ് ചെയ്ത് ബാക്കിയുള്ള സ്റ്റോക്കും കൂടെ ഒഴിച്ച് നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സ്റ്റോക്കൊക്കെ ഒഴിച്ച് നല്ലതുപോലെ വഴറ്റി ഡ്രൈ ആയി വരുന്ന സമയത്ത് അവസാനമായിട്ട് നമ്മൾ വീണ്ടും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയൂടെ ആഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കുക. ഇനി നമുക്കിതിലോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒപ്പം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും. വെളുത്തുള്ളി തൊലിയോടുകൂടി ചതച്ചെടുക്കണം. അതുപോലെ തന്നെ പെരിഞ്ജീരകം ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ചതച്ചെടുക്കുമ്പോഴേക്കും പെരിഞ്ജീരകത്തിൻ്റെ മണം ഒന്ന് പുറത്തോട്ട് വരുന്ന രീതിയിൽ മാത്രം ചതച്ചെടുത്താൽ മതി. ഇനി ഇതെല്ലാം ബീഫിലോട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടെ വേണമെന്ന് നോക്കി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് ഇതെല്ലാം ഇൻഗ്രീഡിയൻസും കൂടെ ഇട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത്രയും കഴിയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി. നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മുടെ ബീഫ് ഫ്രൈ കറക്റ്റ് സെറ്റിൽ നമുക്ക് കിട്ടുന്നത്. ഒരു സ്പെഷ്യൽ സ്റ്റെപ്പ് കൂടെ ഞാൻ പറയാം കേട്ടോ. അത് പക്ഷേ ശരിക്കും ഓപ്ഷണലാണ്, വേണ്ടവർ മാത്രം ഉപയോഗിച്ചാൽ മതി. ദേ കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ നമ്മുടെ ബീഫ് ഫ്രൈ നല്ല ഡാർക്കായിട്ടും നല്ല റിച്ച് ലുക്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്കിവിടെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്റ്റെപ്പ് കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നീളത്തിൽ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചത്. അപ്പം നേരത്തെ കട്ട് ചെയ്ത് വെച്ച കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഒപ്പം കുറച്ച് തേങ്ങാക്കൊത്തും കൂടെയാണ് നമുക്കിതിന് ആവശ്യമായിട്ടുള്ളത്. ചില ആൾക്കാർക്ക് ബീഫ് ഫ്രൈ കഴിക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയുടെ ഒരു ടേസ്റ്റ് വായിൽ വന്നാലേ അതിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മൾ പാർട്ടിക്കോ അല്ലെങ്കിൽ നമുക്ക് ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും കുറച്ച് റിച്ച് ലുക്കിൽ നമുക്ക് ഇതൊന്ന് പ്രസൻറ്റ് ചെയ്യണമെന്നുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഈ ഒരു സ്റ്റെപ്പ്. ചെറിയൊരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം നമ്മൾ വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചേക്കുന്ന തേങ്ങാക്കൊത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് ബ്രൗൺ കളർ ആവുന്നവരൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയെടുക്കണം. ഇതുപോലെ ബാക്കി ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നീളത്തിലരിഞ്ഞ ഇഞ്ചിയും നല്ലതുപോലെ ഒന്ന് ബ്രൗൺ കളർ ആവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുക. അവസാനം പച്ചമുളക് നീളത്തിലരിഞ്ഞ് വെച്ചേക്കുന്നത് ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കോരാറായി വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് അതൊന്ന് മാറ്റിയെടുക്കണം. പിന്നെ നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചേക്കുന്ന ബീഫിലോട്ട് ഈ തേങ്ങാക്കൊത്തും നമ്മുടെ നല്ലപോലെ ഡ്രൈ ആയിട്ടുള്ള ഇഞ്ചിയുടെ കഷ്ണവും പച്ചമുളകും നമ്മുടെ കറിവേപ്പിലയും ഒക്കെ കൂടി ഒന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ശരിക്കും നമ്മൾ ഈ അവസാനം ചെയ്ത സ്റ്റെപ്പ് ഒഴിവാക്കിയാൽ പോലും നമ്മുടെ ബീഫ് ഫ്രൈക്ക് അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടും കറാന്നിരിക്കുന്ന ബ്ലാക്ക് ബ്യൂട്ടി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബീഫ് ഫ്രൈ നല്ലതുപോലെ ഒന്ന് സെർവ് ചെയ്തെടുക്കാം. ഒരു സെർവിങ് പ്ലേറ്റ് എടുത്തതിന് ശേഷം കുറച്ച് ബീഫ് അതിലോട്ട് നമ്മൾ സൈഡിലായിട്ടൊന്ന് വെച്ചു കൊടുക്കാം. അവസാനം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത സാധനങ്ങളെല്ലാം ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന്ന് കുറച്ച് എടുത്ത് മേളിലോട്ട് വെച്ചതിന് ശേഷം കുറച്ച് സവാളയും കൂടെ സൈഡിലാക്കിയതിന് ശേഷം പകുതി കട്ട് ചെയ്ത് ഒരു നാരങ്ങയും കൂടെ വച്ചാലതേ നമ്മുടെ ടേസ്റ്റി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ വായിൽ കപ്പലോടുവാണ്. നിങ്ങളുടെയോ? ആ ചെറുനാരങ്ങ ബീഫിലോട്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം ബീഫും തേങ്ങാക്കൊത്തും കൂടെ എടുത്ത് വായിലിട്ട് ചവച്ച് ആ ചെറിയൊരു കഷ്ണം സവോളയും കൂടെ കടിച്ചാൽ ബീഫ് ഫ്രൈ സൂപ്പർ. അപ്പോൾ എല്ലാവരും എൻ്റെ ബ്ലാക്ക് ബ്യൂട്ടി ബീഫ് ഫ്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ കൂടെ കൂടിക്കോളൂ. ഇതുപോലുള്ള വെറൈറ്റി റെസിപ്പീസും മറ്റു വീഡിയോസും ഒക്കെ ആയിട്ട് ഞാനും നിങ്ങളുടെ കൂടെ കൂടാം. അപ്പോൾ അതുവരെ നല്ല തോട്ട്സോട് കൂടിയ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു.